ഗ്രീഷ്മയെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അതിനുള്ളിൽ എന്തോ ശ്വാസതടസ്സം പോലെ എന്തോ എന്തോ കാണിക്കുന്നുണ്ട് ഗ്രീഷ്മ. എന്താണെന്ന് അറിയില്ല. എന്താ പാവത്തിന് വയ്യ, ശ്വാസം മുട്ടല. എന്തോ ഒരു അഭിനയമാണ് നോക്കിക്കേ. ഇവൾ ഒന്നാന്തര അഭിനേത്രിയാ. ഇത്രയും നാളായിട്ടും ഇവളുടെ അഭിനയത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഓസ്കാർ കൊടുക്കേണ്ട അഭിനയമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാളെയാണല്ലോ വിധി വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള അഭിനയങ്ങളൊക്കെ കാഴ്ചവെച്ചേ മതിയാവത്തുള്ളൂ. നാളെ ഇനി എന്തൊക്കെ അഭിനയം കാണേണ്ടി വരുമോ? നാളെ തന്നെ അങ്ങ് വിധി വന്നാൽ മതിയായിരുന്നു. ഇനി ഇങ്ങനെ നീട്ടി വെക്കണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കോടതിയെ ബോധിപ്പിക്കാനുള്ള ഒരു അവസരം ഗ്രീഷ്മയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ പുള്ളിക്കാരി 18 അടവും പയറ്റി. 18 അടവും. എന്തൊക്കെയാണ് ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടായോ? കേൾപ്പിച്ചു തരാം. സാധാരണ സ്വാഭാവികമായ നടപടിക്രമം എന്ന നിലയ്ക്ക് പ്രതിയോട് ആണ് കാര്യങ്ങൾ കോടതി ചോദിക്കുക. ഗ്രീഷ്മ പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് എഴുതി തയ്യാറാക്കി കോടതിക്ക് നൽകുകയായിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് താൻ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്, തനിക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. ഈ ബിരുദാനന്തര ബിരുദം അടക്കം നേടിയതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ ഗ്രീഷ്മ കോടതിയിൽ ഹാജരാക്കി. ഈ രേഖാമൂലം നൽകിയ ആവശ്യങ്ങൾ കൂടാതെ അതിനൊപ്പം തന്നെ 24 വയസ്സ് മാത്രമേ തനിക്ക് പ്രായമുള്ളൂ, മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നും ഗ്രീഷ്മ പറയുന്നുണ്ട്. അതിനോട് കൂട്ടിച്ചേർത്ത് ഗ്രീഷ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണം എന്നുള്ളതാണ്. ഈ പ്രോസിക്യൂഷന്റെ മറുവാദം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്, അതായത് പ്രതിഭാഗത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ കോടതി ആദ്യം കേട്ടത്. അതിൽ ഗ്രീഷ്മ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്റെ വിദ്യാഭ്യാസ യോഗ്യതയും തുടർന്ന് പഠിക്കണമെന്നുള്ള ആവശ്യവും അതിനൊപ്പം തന്നെ തന്റെ പ്രായക്കുറവും തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള കാര്യവുമാണ്. അത് തന്നെയായിരിക്കും സ്വാഭാവികമായും ഗ്രീഷ്മ ഉന്നയിക്കുക എന്നുള്ളത് അറിയാവുന്ന കാര്യവുമാണ്. കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ള പ്രധാനപ്പെട്ട വാദം ഇപ്പോൾ പ്രതിഭാഗം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്നു. ഇന്നലെ ആ രീതിയിൽ കേസിന്റെ ശിക്ഷാവിധിയിൽ വാദമുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ ഒരു ഉത്തരം പ്രോസിക്യൂട്ടർ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിരുന്നില്ല. അക്കാര്യം ആലോചിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുമായിട്ടൊക്കെ ആലോചിച്ച് തീരുമാനിക്കും ശിക്ഷ ഏത്. അവക്കിനി തുടർന്ന് പഠിക്കണം പോലും. ഇത്രയും പഠിച്ചത് തന്നെ പോരെ മോളെ? ഇത്രയും പഠിച്ചിട്ട് തന്നെ കാണിച്ചു കൂട്ടിയ വേലത്തരങ്ങൾ ഞങ്ങൾ കണ്ടതാണ്. ഇനി കുറച്ചും കൂടി പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ദൈവമേ ഓർക്കാൻ പോലും വയ്യ. പഠനത്തിന്റെ പേര് പറഞ്ഞും പ്രായത്തിന്റെ പേര് പറഞ്ഞും മാക്സിമം സെന്റിമെന്റ്സ് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നോക്കുവാണ് ഗ്രീഷ്മ ചേച്ചി. പക്ഷെ കാര്യമൊന്നുമില്ല. കേരള മനസാക്ഷി ഇവക്കൊന്നും മാപ്പ് കൊടുക്കില്ല. ഇവള് സൈക്കോയാണ്. ഇവളൊരു ചെറിയ പെൺകുട്ടിയോ ഒരു റാങ്ക് ഹോൾഡറോ ഒന്നുമല്ല. ആ ലേബൽ ഒന്നുമല്ല ഇവക്ക് ചേരുന്നത്. സൈക്കോ ചെകുത്താന്റെ ജന്മമാണെന്ന് തോന്നുന്നു. ഇതിന് മാക്സിമം ശിക്ഷ തന്നെ കൊടുക്കണം. കാരണം ഇത് ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ ഇവള് ചെയ്തൊരു പരിപാടിയല്ല. പ്ലാൻ ചെയ്ത് ട്രയല് വരെ നോക്കിയിട്ടാണ്. ആദ്യം ഷാരോണിന് ഒരു കുപ്പിക്കകത്ത് ഒരു ഫ്രൂട്ടി കുപ്പിയാണെന്ന് തോന്നുന്നു, ജ്യൂസ് കുപ്പിക്കകത്ത് പാരസെറ്റാമോൾ പൊടിച്ചിട്ടിട്ട് അവന് കൊടുത്തു. അപ്പൊ ആ സമയത്ത് ആ ചെറുക്കൻ എന്തോ അരുചി ഫീൽ ചെയ്ത സമയത്ത് അതങ്ങ് ചീറ്റിപ്പോയി. അപ്പൊ മധുരമുള്ള സാധനത്തിനകത്ത് കൊടുത്താൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലാക്കിയ ഈ വിരുദ്ധ കയ്പുള്ള കഷായം തന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ട്രയല് വരെ നോക്കി സെർച്ച് ഹിസ്റ്ററി ഒക്കെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അത്രയും ബുദ്ധിപൂർവം ചെയ്ത ഇവളെ സാധാരണ മനുഷ്യന്റെ ഗണത്തിലൊന്നും പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സൈക്കോ എന്ന് വിളിച്ചത്. അപ്പൊ അത്രയും പരമാവധി ശിക്ഷ തന്നെ ഇവക്ക് കൊടുക്കണ്ടായോ? തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പൊ ഇവൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഇത്രയും വെളിയിൽ വരാൻ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കഴിവിനെക്കാട്ടിലും കൂടുതൽ അവിടെ അഭിനന്ദിക്കേണ്ട വേറൊരാളുണ്ട്, ഷാരോണിന്റെ അനിയൻ. ഷാരോണിന്റെ അനിയനാണ് ആദ്യമേ ഈ കാര്യം സംശയിച്ച് ഇവളെ പതുക്കെ തഞ്ചത്തിൽ വിളിച്ചിട്ട് സൗമ്യതയോടുകൂടി വിളിച്ച് ഇവളോട് സംസാരിച്ച് ഏത് കഷായമാണ്, എവിടുന്നാണ് കഷായം വാങ്ങിച്ചത്, അതിന്റെ അടപ്പും ഫോട്ടോസും ഒക്കെ തന്നെ ഇവളുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കിയത്. റെക്കോർഡ് ഉൾപ്പെടെ, ഫോൺ റെക്കോർഡ് ഉൾപ്പെടെ. ഇല്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നും ഹാജരാക്കാൻ വേണ്ടി പോലീസുകാർക്ക് കഴിയുമായിരുന്നില്ല. ആ തെളിവുകൾ ഉള്ളത് കൊണ്ടാണ് ഇവളെ പൂട്ടാൻ സാധിച്ചത്. ഇല്ലായിരുന്നെങ്കിലോ? അത്രയും ക്രൂക്കഡായിട്ടുള്ള അത്രയും ബുദ്ധിപൂർവമാണ് ഇവള് കളിച്ചത്. ഇവൾ ഇന്നസെന്റോ പാവമോ ഒന്നുമല്ല. യാതൊരു രീതിയിലുള്ള സെന്റിമെന്റ്സിലും ഇവൾ അർഹയല്ല. പ്രായത്തിൻ്റെതായിട്ടുള്ള ഇതല്ല ഇവള് കാണിച്ചത്. അപ്പൊ പ്രായത്തിന്റെ പരിഗണന കൊടുക്കണ്ട. 20 വയസ്സുള്ള അല്ലെങ്കിൽ 19-18 വയസ്സുള്ള ഒരു പെൺകുട്ടി ചെയ്യുന്ന, ഇപ്പൊ 24 വയസ്സുണ്ട് അവൾക്ക്, 24 വയസ്സുള്ള ഒരു പെൺകുട്ടി ചെയ്യുന്ന പ്രവൃത്തിയല്ല അവൾ ചെയ്തത്. പിന്നെ എന്തിനാണ് അവൾക്ക് പ്രായത്തിന്റെ പരിഗണന കൊടുക്കേണ്ടത്? പിന്നെ ജയിലിൽ കിടന്നും പഠിക്കാം, ഒരു വിഷയമില്ല. മോക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ജയിലിൽ കിടന്ന് പഠിക്കാം.
മിനിമം ജീവപര്യന്തമെങ്കിലും കൊടുക്കണം. അതിൽ കുറഞ്ഞ ശിക്ഷയൊന്നും ഇവൾ അർഹിക്കുന്നില്ല. നമ്മുടെ നിയമത്തിൽ പറയുന്ന മാക്സിമം പണിഷ്മെന്റ് എന്താണോ അത് തന്നെയാണ് ഇവൾക്ക് കൊടുക്കേണ്ടത്. എന്നിട്ട് ഏറ്റവും 18ാമത്തെ അടവായിട്ട് ഇവൾ പ്രയോഗിച്ചത് എന്താണെന്നറിയാമോ? ഷാരോണ് ഇവളെ ഭീഷണിപ്പെടുത്താൻ നോക്കിയത്രേ. ഇവളുടെ വക്കീൽ പറഞ്ഞതാണ്. ഷാരോണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസും ഇവർ തമ്മിൽ ഇരിക്കുന്ന ഫോട്ടോസും ഒക്കെ എടുത്തു വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഷാരോൺ അവളെ ഭീഷണിപ്പെടുത്തിയാലോ, വേറൊരു കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിന് തടസ്സം നിന്നാലോ എന്നുള്ള ആ ഒരു വ്യാകുലത വെച്ചിട്ടാണ് പോലും ഇവള് ചെയ്തത്. നല്ല ജസ്റ്റിഫിക്കേഷൻ ആണല്ലോ. അവൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അവൻ ലാസ്റ്റ് നിമിഷം വരെയും ഈ പെണ്ണിനെ സംശയിച്ചില്ല. സംശയിച്ചത് ഷാരോണിന്റെ അനിയനാണ്. ഷാരോണിന്റെ അനിയൻ സംശയിച്ചത് കൊണ്ട് മാത്രമാണ് ഈ കേസ് ഇപ്പൊ തെളിഞ്ഞത്. അവൻ ലാസ്റ്റ് നിമിഷം വരെ ഈ പെണ്ണിന്റെ പേര് പറഞ്ഞില്ല. ഇവള് ചതിച്ചത് സ്നേഹത്തെയാണ്, ഒരു മനുഷ്യനെ അല്ല, സ്നേഹത്തെയാണ് ചതിച്ചത്. സ്നേഹം പറഞ്ഞ് അവനെ വിളിച്ചു വരുത്തി അവനെ ചതിച്ചു. ചതിയും വഞ്ചനയും എല്ലാം ഇതിനകത്തുണ്ട്. അത്ര അപൂർവമായിട്ടുള്ളൊരു കേസാണ്. പെണ്ണാണെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അവൾക്ക് ഇത്ര ചെറിയ പ്രായമാണ്, അവൾ നല്ല ബുദ്ധിയുള്ള വിവരമുള്ള കുട്ടിയാണ്. വിവരമുള്ള കുട്ടി ആയതുകൊണ്ടാണ് കുറച്ചും കൂടി സൂക്ഷിക്കേണ്ടത്. ഇവളെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ നാളെ ഇതിനെക്കാട്ടിൽ വലിയ കാര്യങ്ങൾ ഇവള് ചെയ്യും. ഇപ്പൊ ഇത് ഇവക്കൊരു ട്രയൽ മാത്രമാണ്. ഷാരോണിന്റെ ഇത് ഇവക്കൊരു ട്രയൽ മാത്രമാണ്. ജോളി ചേച്ചിയുടെ കേസ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അത് ഇതിനെക്കാട്ടിൽ കൂടിയ ബുദ്ധിയുള്ള സാധനമായിരുന്നു. പഠിപ്പും വിവരവും ബുദ്ധിയും ഒക്കെ കൂടിപ്പോയതിൻ്റെ ആയിരുന്നു ജോളി ചേച്ചിക്ക് കുഴപ്പം. അതുപോലെ ഇവളെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇവക്ക് പഠിക്കണം, ഇവൾ ഇത്രയല്ല, ചെറിയ കുട്ടിയല്ലേ, 24 വയസ്സേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവളെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇവൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യും.